everyone, welcome back to my YouTube channel English for you by Sneha. So ഇന്നത്തെ വീഡിയോ നമ്മൾ English for beginnersിലത്തെ 6th എപ്പിസോഡ് ആണ്. ഞാൻ ഓൾറെഡി 5 വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഞാനൊരു ക്ലാസ്സിൽ വളരെ കുറച്ച് കാര്യങ്ങളാണ് ഒരു ദിവസം പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു 5-10 മിനിറ്റ് ഒരു ദിവസം മാറ്റി വെക്കാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാൻ നല്ലത്. നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ആവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നിങ്ങളുടെ കമന്റ്സും സജഷൻസും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അതനുസരിച്ചിട്ട് ഞാൻ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇന്നലത്തെ വീഡിയോ വരെ നമ്മൾ സെന്റൻസുകൾ എങ്ങനെ ഫോം ചെയ്യാന്നാണ് പഠിച്ചത്. സെന്റൻസുകൾ എന്ന് വെച്ചാൽ എന്താ, വാക്യങ്ങൾ ഫോം ചെയ്യാനാണ് പഠിച്ചത്. ഇന്ന് അതേ വാക്യങ്ങൾ നമുക്ക് എങ്ങനെ ഒരു ചോദ്യമാക്കാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വേർഡ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്ത് എന്ന് ചോദിക്കാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഏത് വേർഡാണ് യൂസ് ചെയ്യുക? എന്താണ് എന്ത്, അല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിക്കാൻ നമ്മൾ ഏത് വേർഡാണ് യൂസ് ചെയ്യുക? അതിന് യൂസ് ചെയ്യുന്ന വേർഡാണ് വാട്ട്. പിന്നെ എവിടെ, ഏതെങ്കിലും ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ എന്ന് ചോദിക്കാൻ നമ്മൾ ഏത് വേർഡാണ് യൂസ് ചെയ്യുക? വേർ. എവിടെയാണ് എന്ന് ചോദിക്കില്ലേ നമ്മളപ്പോൾ വേർ. ഇനി അതെപ്പോഴുണ്ടായ, എപ്പോ എന്ന് ചോദിക്കില്ലേ നമ്മൾ, എപ്പോഴുണ്ടായെന്ന്. അപ്പൊ അല്ലെങ്കിൽ ഒരു സമയം എത്ര മണിക്ക് ഉണ്ടായെന്ന് നമ്മൾ ചോദിക്കില്ലേ? അപ്പൊ നമ്മൾ ചോദിക്കുക എങ്ങനെയാ? വെൻ. എപ്പോഴുണ്ടായേ എന്ന് പറയാം. വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൻ. എപ്പോഴത് ഉണ്ടായേ എന്ന് പറയില്ലേ നമ്മള്? അപ്പൊ വെൻ. ഇനി എങ്ങനെയാ എന്നത് ചോദിക്കില്ലേ? എങ്ങനെയാ അത് ഉണ്ടായേ എന്ന് ചോദിക്കില്ലേ? അപ്പൊ എങ്ങനെയാ നമ്മൾ ചോദിക്കുക? ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ. എങ്ങനെയാ അത് ഉണ്ടായേ എന്ന് ചോദിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചോദിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഉണ്ടായേ എന്ന് ചോദിക്കാൻ പറ്റും. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് എന്താ പറയാ? വൈ എന്ന് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ആരാന്ന് ചോദിക്കാൻ പറ്റും. ആരത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാ? ഹൂ എന്ന് പറയാം. അപ്പൊ ഹൂ ഇസ് ദാറ്റ്, ആരാണത് എന്ന് ചോദിക്കാം. അപ്പൊ ഹൂ എന്ന് പഠിച്ചു. അപ്പൊ നമ്മൾ കുറേ വേർഡ്സുകൾ ഒന്ന് പഠിച്ചു. അപ്പൊ നമ്മൾ ഈ പഠിച്ച കുറച്ച് വേർഡ്സ് വെച്ച് നമുക്ക് കുറച്ച് സെന്റൻസുകൾ ഉണ്ടാക്കി നോക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നമ്മൾ ഇതൊരു പേനയാണ് എന്ന് പറയാൻ നമ്മൾ എങ്ങനെയാ പറഞ്ഞേ? ദിസ് ഇസ് a pen. This is a pen എന്ന് പറഞ്ഞു. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ഒരു ചോദ്യമാക്കാം? മലയാളത്തിൽ ആലോചിക്കേ. ദിസ് ഇസ് എ പെൻ വെച്ച് മലയാളത്തിൽ എന്താ? ഇതൊരു പേനയാണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ചോദ്യമാക്കാം? നമുക്ക് ഒന്നില്ലെങ്കിൽ ചോദിക്കാൻ പറ്റും ഇതെന്താന്ന് ചോദിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചോദിക്കാൻ പറ്റും ഇത് പേനയാണോ എന്ന് ചോദിക്കാൻ പറ്റും. ഇപ്പൊ ഇതിൽ ആദ്യം നമ്മൾ ഇത് പേനയാണോ, അതായത് ഇതിനെയൊക്കെ നമ്മൾ പറയുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നാണ്. അപ്പോൾ ഇതൊരു പേനയാണോ എന്ന് ചോദിച്ചാൽ അതെ ഇതൊരു പേനയാണ്, അല്ലെങ്കിൽ അല്ല ഇതൊരു പേനയല്ല എന്ന് നമുക്കൊരു ആൻസർ കിട്ടില്ലേ? അപ്പൊ ഇതിനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. അപ്പൊ നമുക്കിത് എങ്ങനെ ചോദിക്കാം? അപ്പോൾ ദിസ് ഇസ് എ പെൻ എന്നാണ് എഴുതിയേക്കണം. അപ്പൊ നമുക്ക് ഇത് ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഈ ദിസ് ഇസ് എന്നുള്ളത് ജസ്റ്റ് മറിച്ചിടാം. അപ്പൊ എന്താവും? ഈസ് ദിസ് എ പെൻ. ഇതൊരു പേനയാണോ എന്ന് അപ്പൊ അതൊരു സെന്റൻസ് ആയി. അപ്പൊ ദിസ് ഇസ് എ പെന്നെ നമ്മള് ഈസ് ദിസ് എ പെൻ, ദിസ് ഇസിനെ മറിച്ചിട്ടു. അപ്പൊ ഈസ് ദിസ് എ പെന്നായി. അപ്പൊ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി ഇവയെല്ലാം ഓറഞ്ചുകളാണ് എന്ന് പറയണം. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? ഇവയെല്ലാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ എന്താ പറയാ? ദീസ് ആർ യൂസ് ചെയ്ത് എന്തുകൊണ്ട് ഇവിടെ കുറെ ഓറഞ്ചസ് ഉണ്ട്. അപ്പൊ ദീസ് ആർ ഓറഞ്ചസ്. കുറേ ഓറഞ്ചസ് ഉണ്ട്. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ഒരു ചോദ്യമാക്കാം? നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? ഇത് ഓറഞ്ചുകളാണോ എന്ന് ചോദിക്കണ്ടേ? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതേ റൂൾ തന്നെ. ദീസ് ആറിന് നമ്മൾ മറിച്ചിടാം. അപ്പൊ എന്തായി? ആർ ദീസ് ഓറഞ്ചസ് പറഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്കായി. എന്തായി? അതൊരു ക്വസ്റ്റ്യൻ ആയി. ഇനി അതൊരു മരമാണ്. അപ്പൊ ഇതിന് നമ്മൾ എന്താ ചെയ്യാ? ഇതേ റൂളാണ്. അപ്പൊ അതൊരു മരം എന്നുള്ളത് ദാറ്റ് ഇസ് എന്ന് എഴുതി. അപ്പൊ ദാറ്റ് ഇസ് എ ട്രീ. ഒരു മരത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അത് ക്വസ്റ്റ്യൻ ആക്കണമെങ്കിലോ ഈസ് ദാറ്റ് എ ട്രീ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യമായി. എനിക്ക് പറയണം അവയെല്ലാം പൂക്കളാണ് എന്ന് പറയണം. അപ്പൊ നമ്മൾ എങ്ങനെയാ അത് ഇംഗ്ലീഷിലാക്കാം? നമ്മൾ ഓൾറെഡി പഠിച്ചത്. അപ്പൊ അവയെല്ലാം ഇംഗ്ലീഷ് എന്താ? ദോസ് ആർ ഫ്ലവേഴ്സ്. അപ്പൊ ദോസ് ആർ ഫ്ലവേഴ്സ്. ഇനി ഇതിനെങ്ങനെ ഒരു ചോദ്യമാക്കാം? നമുക്ക് ചോദിക്കാം അവയെല്ലാം പൂക്കളാണോ എന്ന് ചോദിക്കാം. അപ്പൊ ദോസ് ആറിന് നമ്മൾ എന്താ ചെയ്തത്? മറിച്ചിടാം. അപ്പൊ ആർ ദോസ് ഫ്ലവേഴ്സ് എന്ന് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ ആയി. ഇനി നമുക്ക് പറയണം അവളൊരു അധ്യാപികയാണ്. അത് നമ്മൾ പഠിച്ചതാണ് ഇന്നലെ. അപ്പൊ നമ്മൾ എന്തെങ്കിലും സെന്റൻസ് ആക്കാം. അപ്പൊ ഷീ ഇസ് എ ടീച്ചർ. ഇനി നമുക്ക് ചോദിക്കണം അവൾ ടീച്ചർ ആണോ എന്ന് ചോദിക്കണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഷീ ഇസിനെ മറിച്ചിടുക. അപ്പൊ ഈസ് ഷീ എ ടീച്ചർ? എനിക്ക് പറയണം എനിക്ക് സുഖല്ലേ, എനിക്ക് വയ്യ എന്ന് പറയണം. അതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ?
നമ്മളെ കുറിച്ച് തന്നെയാണ് പറയണത്. അപ്പൊ ഞാൻ പറയാം എങ്ങനെയാ, ഐ ആം സിക്ക് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഒരു ചോദ്യമാക്കാം, നിനക്ക് വയ്യേ എന്ന് നമുക്ക് ചോദിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റാ, ഐ ആം വരുമ്പോ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആർ യു ആണ് സ്റ്റാർട്ടിങ്ങിൽ. അപ്പൊ എങ്ങനെ പറയാ, ആർ യു സിക്ക് എന്ന് ചോദിക്കാം. ഇനി ഞാൻ പറയാണ്, ഞാനൊരു ഡെന്റിസ്റ്റ് ആണ്. അപ്പൊ എനിക്ക് ചോദിക്കണം, അപ്പൊ നമ്മൾ എങ്ങനെ അത് ഇംഗ്ലീഷിൽ സെന്റൻസ് ആക്കാം, ഐ ആം എ ഡെന്റിസ്റ്റ്. ഇനി ഇതെങ്ങനെ നമുക്കൊരു ചോദ്യമാക്കാം, നിങ്ങൾ ഡെന്റിസ്റ്റ് ആണോ എന്ന് ചോദിക്കാം. അപ്പൊ ഇങ്ങനെ നമ്മൾ പറയാ, ആർ യു എ ഡെന്റിസ്റ്റ്, നിങ്ങൾ ഡെന്റിസ്റ്റ് ആണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ആർ യു എ ഡെന്റിസ്റ്റ് എന്ന് പറയാം. ഇനി പറയാം, അവയെല്ലാം ബിൽഡിങ്ങുകളാണ്. അപ്പൊ നമ്മൾ എങ്ങനെയത്, അവയെല്ലാം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ദോസ് ആർ ബിൽഡിങ്സ്. ഇനി അവ ബിൽഡിങ്സ് ആണോ എന്ന് ചോദിക്കുക, എങ്ങനെയാ, ദോസ് ബിൽഡിങ്സ് എന്ന് ചോദിക്കാം. ഇപ്പൊ നമ്മള് ഇത് ബിൽഡിംഗ് ആണോ, ഇത് ബുക്കാണോ അങ്ങനെയൊക്കെ പറയാൻ പഠിച്ചു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദിസ് ഇസ് എ പെൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ അതൊരു ചോദ്യമാക്കിയത്, ഇത് പേനയാണോ എന്നും ചോദിക്കാം, നമുക്ക് ഇത് എന്താന്നും ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ ഇത് എന്താന്ന് എങ്ങനെയാ ചോദിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, എന്താണെന്ന് പറയാൻ വേണ്ടി നമ്മൾ നേരത്തെ ഒരു വേർഡ് പഠിച്ചു. അപ്പൊ വാട്ട്. അപ്പൊ ദിസ് ഇസ് എ ബുക്ക് എന്നുള്ളത് ദിസ് ഇസിനെ മറിച്ചിടാം. അപ്പൊ വാട്ട് ഇസ് ദിസ് എന്ന് കിട്ടും. ഇനി ദീസ് ആർ ബുക്സ്, ഇവയെല്ലാം ബുക്കുകളാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ചോദിക്കാം, ദീസ് ആർന്ന് നമ്മൾ മറിച്ചിട്ടു. അപ്പൊ വാട്ട് ആർ ദീസ് എന്ന് പറയാൻ പറ്റും. ഇനി എനിക്ക് പറയണം, അതൊരു പക്ഷിയാണെന്ന് പറയണം. നമ്മൾ എങ്ങനെ പറയാ, ദാറ്റ് ഇസ് എ ബേർഡ്, അത്. അപ്പൊ ദാറ്റ് ഇസ് എ ബേർഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ നമ്മൾ നേരത്തെ എങ്ങനെയാ ക്വസ്റ്റ്യൻ ആക്കിയത്, അതൊരു ബേർഡ് ആണോ എന്ന് ചോദിക്കാൻ നമ്മൾ എന്താ ചെയ്തത്, ദാറ്റ് ഇസിനെ നമ്മൾ മറിച്ചിട്ടു. അപ്പൊ ഈസ് ദാറ്റ് എ ബേർഡ് ഇത് കിട്ടി. ഇനി നമുക്ക് ചോദിക്കേണ്ടത് എന്താണ്, ഇപ്പൊ അങ്ങനെ സെന്റൻസ് ഫോം ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്ക് എങ്ങനെ ഒന്നും കൂടി ചോദിക്കാം, അത് എന്താണെന്ന് ചോദിക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്, അപ്പൊ അത് എന്നുള്ളതിന്റെ വേർഡ് എന്താണ്, വാട്ട് ആണ്. അപ്പൊ വാട്ട് ഇസ് ദാറ്റ് എന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെയുള്ളതിനെയാണെങ്കിൽ വാട്ട് ഇസ് ദിസ് എന്ന് ചോദിക്കുക, അവിടെയുള്ളതിന് വാട്ട് ഇസ് ദാറ്റ്. ഇനി അവയെല്ലാം എന്താണെന്ന് ചോദിക്കുക, വാട്ട് ആർ ദോസ്. ഇനി ഇവയെല്ലാം എന്ന് ചോദിക്കാൻ എന്താ പറയാ, വാട്ട് ആർ ദീസ് എന്ന് പറയാം. ക്ലിയർ ആയില്ലേ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാനൊക്കെ പഠിച്ചില്ല. അപ്പം നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വെച്ചിട്ട് അതിനെക്കുറിച്ച് എന്ത് ചോദിക്കാൻ പറ്റും, അതിനെ വെച്ച് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ചോദിക്കാം, ഇസ് ദിസ് എ ബുക്ക് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഇസ് ദിസ് എന്ന് ചോദിക്കാം. അപ്പം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുട്ടികളാണെങ്കിൽ പാരൻസിനോട് ഇങ്ങനെ അവരെന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ ഒന്ന് അങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്ക്. ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ ഹസ്ബൻഡ്സിനോടും മക്കളിനോടൊക്കെ പറഞ്ഞു നോക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.